എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെലീനിയത്തിലെ getText എന്ന മെത്തേഡിന്റെ പ്രാക്ടിക്കൽ യൂസേജ് ആണ്. നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് സ്വാഗ് ലാബ്സിന്റെ വെബ്സൈറ്റ് തന്നെയാണ്. ഈ വെബ്സൈറ്റിൽ കുറച്ച് UI ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതൊരു പെർമനന്റ് ചേഞ്ച് ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് യൂസ് ചെയ്ത് തന്നെയായിരിക്കും ഡെമോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വാഗ് ലാബ്സിന്റെ ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഹെഡിങ് വന്നിരിക്കും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഹെഡിങ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെയാണോ വന്നിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് കേസ് ആയിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വലി ഇത് കണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. അതുപോലെ സെലീനിയം കോഡ് യൂസ് ചെയ്ത് നമുക്ക് സെലീനിയത്തിലെ getText എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ പർട്ടിക്കുലർ വിസിബിൾ ടെക്സ്റ്റിന്റെ കണ്ടന്റ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലോഗോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെയാണ് കണ്ടന്റ് ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഈ getText എന്ന മെത്തേഡിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് കേസ് ആണ്. അതുപോലെ നമ്മൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത ശേഷം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അലേർട്ട് മെസ്സേജ് മീനിങ് ആയിട്ടുള്ളത് വരും. അതായത് യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് വേണം ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യാനുള്ള രീതിയിൽ മെസ്സേജ് വരും. ആദ്യമേ യൂസർ നെയിം എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ലോഗിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പാസ്വേഡ് ഈസ് റിക്വയർഡ്. അപ്പോൾ പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കറക്റ്റായിട്ട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്ത് യൂസർക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ലോഗിൻ ബട്ടനെ മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ അലേർട്ട് മെസ്സേജ് വരുന്നുണ്ടോ നമ്മൾ വിഷ്വലി നോക്കുന്ന പോലെ സെലീനിയത്തിലെ getText എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഈ പർട്ടിക്കുലർ അലേർട്ട് മെസ്സേജിന്റെ കണ്ടന്റ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കണ്ടന്റ് റിട്രീവ് ചെയ്ത് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് സെലീനിയത്തിലെ getText എന്ന മെത്തേഡ് ആയിരിക്കും. അതായത് വിസിബിൾ ടെക്സ്റ്റ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്തു. അവിടെ ഓൾറെഡി ഞാനൊരു getText എന്ന് പറഞ്ഞൊരു പാസ്വേഡ് com.txt എന്ന പാക്കേജ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാനുള്ളതും വെബ്സൈറ്റ് ലോഡ് ചെയ്യാനും പിന്നെ ബ്രൗസറിന്റെ വിൻഡോയുടെ സ്ക്രീന് മാക്സിമൈസ് ചെയ്യാനും സ്റ്റാറ്റിക് ആയിട്ട് ഒരു 1 സെക്കൻഡ് വെയിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ കണ്ടന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അത് നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാനാണ് പോകുന്നത്. അസർഷൻ കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഈ ഒരു പർട്ടിക്കുലർ അലേർട്ട് മെസ്സേജിന്റെ കണ്ടന്റും കൂടെ കൺസോളിൽ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഈ രണ്ട് കേസസ് ആണ് നമ്മൾ getText എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഡെമോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടി ഈ സ്വാഗ് ലാബ്സ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ ഹെഡിങ്ങിന്റെ ലൊക്കേറ്റർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഇത് ഇൻസ്പെക്ട് ചെയ്യുവാണ്. എലമെന്റ്സ് എന്ന ടാബ് വന്ന ശേഷം ഡോമിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ആ പർട്ടിക്കുലർ സ്വാഗ് ലാബ്സ് എന്ന കണ്ടന്റിന്റെ ടാഗ് നെയിം div ആണ്. അതുപോലെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ക്ലാസ്, അതിന്റെ വാല്യൂ ലോഗിൻ അണ്ടർസ്കോർ ലോഗോ എന്നുള്ളതാണ്. അപ്പം എക്സ്പാത്ത് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ലൊക്കേറ്റർ നമുക്ക് എഴുതാം. അതിനുശേഷം കോഡ് നമുക്ക് ആ ഒരു എക്സ്പാത്ത് ലൊക്കേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ Ctrl+F അടിക്കുക. അപ്പം ഡോമി വന്നിട്ടാണ് Ctrl+F അടിക്കേണ്ടത്. ഡോമി വന്നിട്ട് Ctrl+F അടിക്കുക. അതിനുശേഷം ആ എലമെന്റ് ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എലമെന്റ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ എക്സ്പാത്ത് എഴുതാം. $div എന്നുള്ളത് ആ പർട്ടിക്കുലർ എലമെന്റിന്റെ ടാഗ് ആണ്. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം @ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് ഈക്വൽ ടു ആട്രിബ്യൂട്ട് ആണ് ക്ലാസ്, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. അപ്പോൾ സിംഗിൾ കോട്ട്സിൽ കൊടുത്തു കഴിയുമ്പോൾ 1 of 1 ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേറ്റർ യൂസ് ചെയ്യാം. ഇത് 1 of 1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പാത്ത് യൂസ് ചെയ്യുന്നത്. ഇത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കോഡ് എഴുതാം. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത് ആയിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഡോട്ട് getText എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന get the visible text of this element including sub elements, അതായത് വിസിബിൾ ടെക്സ്റ്റിന്റെ വാല്യൂ റിട്രീവ് ചെയ്തെടുക്കും ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്. അപ്പം CSS കൊണ്ട് ഹിഡൻ ആയ ചില
എലമെന്റ്സ് ടെക്സ്റ്റുകൾ കാണാം. അങ്ങനെയുള്ള കേസസിൽ ഈ ഒരു getText എന്നുള്ള മെത്തേഡ് വർക്ക് ആവുകയില്ല. അത് ശ്രദ്ധിക്കുക. അപ്പം getText എന്നുള്ള മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുവാണ്. അതിനുശേഷം ഇതൊരു റിട്ടേൺ ചെയ്യുന്ന സ്ട്രിംഗ് വാല്യൂ ആണ്. അപ്പോൾ സ്ട്രിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. സ്ട്രിംഗ് ഹെഡിങ് ഈക്വൽ ടു, അതിനുശേഷം ആ ഹെഡിങ് പ്രിന്റ് ചെയ്യിക്കും കൺസോളിൽ. ഡോട്ട് പ്രിന്റ്എൽഎൻ ആദ്യമേ ഒരു സ്ട്രിംഗ് ആഡ് ചെയ്തതിനു ശേഷം ഞാനത് അപ്പൻഡ് ചെയ്യിക്കും. ഹെഡിങ് ഈസ് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ആയ പ്ലസ് യൂസ് ചെയ്യുന്നതിന് ശേഷം ആ വേരിയബിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം റണ്ണസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ജാവ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ എക്സ്പെക്ടേഷൻ ആ വെബ്സൈറ്റിന്റെ ഹെഡിങ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരണം എന്നുള്ളതാണ്. ഓക്കെ, വെബ്സൈറ്റ് ലോഞ്ചായി, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി കൺസോളിൽ നോക്കാം. കൺസോളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹെഡിങ് ഈസ് സ്വാഗ് ലാബ്സ് എന്നുള്ള കറക്റ്റായിട്ട് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉള്ള, ഞാൻ ഈ ഡോം ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഈ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു പർട്ടിക്കുലർ അലേർട്ട് മെസ്സേജിന്റെ വിസിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ്, അതായത് എപ്പിക് സാഡ് ഫേസ് യൂസർ നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള ആ കണ്ടന്റ് നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് എടുക്കാവുന്ന നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ലോഗിൻ ബട്ടന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഇൻസ്പെക്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ ID എന്ന ലൊക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ലോഗിൻ ബട്ടൺ എന്നുള്ള അതിന്റെ ID. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് കോപ്പി ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം ആ പർട്ടിക്കുലർ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ് എഴുതുവാണ്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID, ഡബിൾ കോട്സിനുള്ളിൽ ഐഡിയുടെ വാല്യൂ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണ് അലേർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു 1 സെക്കൻഡ് വെയിറ്റ് കൊണ്ട് ഞാൻ കൊടുക്കുവാണ്. ചിലപ്പോൾ അത് ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ വരുമായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെയിറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന അലേർട്ട് മെസ്സേജിന്റെ പർട്ടിക്കുലർ ലൊക്കേറ്റർ എഴുതാം. അപ്പോൾ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വരും. ഓക്കെ, അത് ഇതാണ് H3 എന്നുള്ളതാണ് അതിന്റെ കറസ്പോണ്ടിങ് ടാഗ്. അപ്പോൾ അതിന്റെ നമുക്ക് എക്സ്പാത്ത് എഴുതാം. ഡേറ്റ ടെസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ എക്സ്പാത്ത് എഴുതാൻ പറ്റും. Ctrl+F. അപ്പോൾ ടാഗ് നെയിം അതിന്റെ H3 ആണ്. അപ്പോൾ H3 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എക്സ്പാത്ത് എഴുതുമ്പോൾ ആ ജനറൽ ഫോർമാറ്റ് ഓർത്തിരിക്കുക. // ടാഗ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് @ ആട്രിബ്യൂട്ട് ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ വാല്യൂ. അതാണ് ജനറൽ സിൻടാക്സ്. അപ്പം ആ ജനറൽ സിൻടാക്സിനകത്തെ // യൂസ് ചെയ്തു. അതിനുശേഷം ടാഗ് നെയിം എന്നുള്ളത് ഈ പർട്ടിക്കുലറിന്റെ കേസിൽ H3 ആണ്. അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അകത്ത് @ എന്നുള്ളത് യൂസ് ചെയ്തു. അതിനുശേഷം ആട്രിബ്യൂട്ട് ആണ് പാസ് ചെയ്യേണ്ടത്. ആട്രിബ്യൂട്ട് ഇവിടെ ഡേറ്റ ടെസ്റ്റ് എന്നുള്ളതാണ്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എറർ ആണ്. അപ്പം അത് ആ സിംഗിൾ കോട്ട്സിനുള്ളിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിയുമ്പോൾ 1 വന്നിട്ടുണ്ട്. അതായത് ആ പർട്ടിക്കുലർ ലൊക്കേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്പാത്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത് അതിന്റെ വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡോട്ട് getText. ഇനി ഇതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിക്കുക, അല്ലാതെ
ഡയറക്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം വെച്ച് പ്രിന്റ് ചെയ്യാം. ഓൾറെഡി വേരിയബിൾ വെച്ച് ഞാൻ പ്രിന്റ് ചെയ്തുകൊണ്ട് ഇത് ഡയറക്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം. SYSO എറർ മെസ്സേജസ് അതിനുശേഷം കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് ഇങ്ങോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യണം. Ctrl+X. ഓക്കെ, ആ സെമിക്കോളൻ റിമൂവ് ചെയ്തു. എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടി ഞാനത് വെബ്സൈറ്റിലെ പാനൽ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു എൻ്റർ കൊടുത്താലും കറക്റ്റായി അടുത്ത നെക്സ്റ്റ് ലൈനിലേക്ക് വന്നോളൂ. അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വായിക്കാവുന്ന രീതിയിൽ കോഡ് വന്നോളും. ഇനി നമുക്ക് ഫയൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് കൺസോളിൽ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിൻ്റെ കണ്ടന്റ്, ആ എറർ മെസ്സേജിൻ്റെ കണ്ടന്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഹെഡിങ് ഈ സ്വാഗ് ലാബ്സ് എന്ന് വരുന്നതിൻ്റെ ഒപ്പം തന്നെ എറർ മെസ്സേജ് ഈസ് എന്ന് പറഞ്ഞ് ആ എപ്പിക് സ്റ്റാർട്ട് ഫേസ് ആ പർട്ടിക്കുലർ അലേർട്ട് മെസ്സേജിൻ്റെ കണ്ടന്റും കൂടെ കൺസോളിൽ വരണം. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാം. പ്രോഗ്രാമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, ലോഗിനെ ക്ലിക്ക് ചെയ്തു. ആ അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടന്റ് കറക്റ്റായിട്ട് രണ്ടിൻ്റെയും വന്നിട്ടുണ്ടോ നോക്കാം. അതായത് ഹെഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റും കൺസോളിൽ കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ രണ്ടും കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ബ്രൗസർ വിൻഡോ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൈവറ്റ് ഡോട്ട് ക്ലോസും കൂടെ ആഡ് ചെയ്യുക. അപ്പം എക്സിക്യൂഷൻ കഴിയുമ്പോൾ തന്നെ അത് ക്ലോസ് ആയിക്കോളും. ആ ഒരു കമാൻഡും കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം getText എന്ന മെത്തേഡിന്റെ പ്രാക്ടിക്കൽ യൂസേജ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.